ഹലോ ഗൈസ്, ഇന്നത്തെ പരിപാടി എന്നല്ലേ, ഇന്ന് നമ്മൾ ഫിഷിങ്ങിന് പോവാണ് കേട്ടോ. അപ്പോൾ സ്ഥിരം തന്നെ പരിപാടി. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിരിക്കുക. അങ്ങനെ നമ്മൾ ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ നമ്മളൊരു ഫിഷിങ്ങിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് മെയിനായിട്ടൊരു സ്പോട്ട് ഉണ്ടെന്ന്. നമ്മളെപ്പോഴും പോണ ഒരു മെയിനായിട്ടുള്ള ഒരു ഫിഷിങ്ങിനൊരു സ്പോട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ അതിൻ്റെ പേര് ലോഫ്ഗാര എന്നാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ദൂരമുണ്ട് നമുക്ക്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പോണ വഴിയിൽ എന്തോ വണ്ടി ഇടിച്ച് ചത്ത് കിടക്കാൻ കണ്ടു കേട്ടോ. അപ്പോൾ ഇവിടെ മാനൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് മാനിൻ്റെ ബോർഡൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്തുട്ടാന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് തിരിച്ചൊന്ന് പോയി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് കുറുക്കനായിരുന്നു. അപ്പോൾ മാനാണെങ്കിൽ ചുമ്മാ ഒന്ന് കാണാമല്ലോ എന്ന് വെച്ചിട്ട് ചുമ്മാ ഒന്ന് പോയി നോക്കിയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എത്താറാവുമ്പോഴേക്കും ഭയങ്കര ചെറിയ റോഡാണ് കേട്ടോ. അപ്പം നമ്മൾ എത്തി. അപ്പോൾ നമ്മളിത് ഇവിടെ വണ്ടി ഇട്ടു കേട്ടോ. അതിൻ്റെ റൈറ്റ് സൈഡിലും വണ്ടി ഇടാൻ പറ്റും, ലെഫ്റ്റ് സൈഡിലും വണ്ടി ഇടാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ അപ്പുറത്ത് ഇപ്പോൾ കണ്ട ആ റെഡ് ഒരു വാൻ കിടക്കണില്ലേ, അവിടെ നമുക്ക് വണ്ടി ഇടാൻ പറ്റും. അതുപോലെ അപ്പുറത്ത് ഇടാൻ പറ്റും കേട്ടോ. ഇവിടെ എല്ലാ സ്ഥലത്തും ഇതുപോലെ ബോർഡ് ഉണ്ടാവും, നോ ഡംപിങ് എന്ന് പറഞ്ഞിട്ട്, ഇത്ര രൂപ ഫൈൻ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിൻ സ്പോട്ട്. അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ താഴെ നിന്നിട്ടൊക്കെ നമുക്ക് ഫിഷ് ചെയ്യാം. അപ്പോൾ നമുക്ക് മീനൊക്കെ കിട്ടാറുണ്ട് കേട്ടോ അത്യാവശ്യം. ഈ വഴി ഇറങ്ങിയാണ് നമ്മൾ അങ്ങോട്ട് പോവാറ്. നമുക്ക് കുറേ അങ്ങോട്ട് നടന്ന് അറ്റം വരെ പോകാൻ വേണ്ടി പറ്റും കേട്ടോ. കുറേ അങ്ങോട്ട് പോകാൻ പറ്റും. അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലും ഇതുപോലെ ഇറങ്ങാനുള്ള സ്ഥലമുണ്ട്. പക്ഷെ ഇതുവരെ അടച്ചു വെച്ചേക്കാണ്. പക്ഷേ ഒരുപാട് ഇവിടുത്തെ ആൾക്കാർ ഇതിങ്ങനെ ചാടിക്കടന്ന് അപ്പുറത്ത് പോയിട്ട് ഫിഷ് ചെയ്യണം നമ്മൾ കാണാറുണ്ട് കേട്ടോ. പോണോട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ അത്യാവശ്യം അവിടെ കുറേ ആൾക്കാർ ചൂണ്ടിടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് കുറേ ആൾക്കാരുണ്ടാവാറുണ്ട് കേട്ടോ. കുറേ ആൾക്കാരെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ഇവിടെ ഫിഷിങ്ങിന് വരാറുണ്ട്. അങ്ങനെ നമ്മൾ ഇതിൽ കൂടെ ഇറങ്ങി പോവാണ് കേട്ടോ. ഇത് ഇറങ്ങാൻ വലിയ കുഴപ്പമില്ല, ചാടി ഇറങ്ങാം. കയറൽ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ സാമഗ്രികളൊക്കെ എടുത്ത് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലോട്ട് കെട്ടി മണ്ണിരനെ ഇട്ടിട്ട് ഇടാൻ വേണ്ടിയിട്ടും അല്ലാണ്ടുള്ള നമ്മുടെ ചൂണ്ടയും എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ഒരു മെയിൻ സ്പോട്ടാണ് കേട്ടോ. ഇവിടെ നിന്നിട്ട് നമുക്ക് ഇവിടേക്ക് കാസ്റ്റ് ചെയ്താൽ അത്യാവശ്യം നമുക്ക് ഇവിടുത്തെ മെയിൻ ഒരു സാധനമുണ്ട്, പറച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഫിഷ്. അത് നമുക്ക് എപ്പോഴും കിട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ എത്തി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ട് ഇടാമെന്നാണല്ലോ വിചാരിക്കുന്നത്. ഇതിങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുന്ന ഒരു പറമ്പാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ റീലും റോഡൊക്കെ സെറ്റ് ചെയ്യണം. ഇത് ഇവിടെ വന്നിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്കിതിങ്ങനെ വണ്ടിയിലിട്ട് കൊണ്ടുവരാനൊന്നും പറ്റില്ല കേട്ടോ. ഇത് 3 പീസാണ്. ഇത് പുതിയ റോഡാണ് കേട്ടോ. ഫസ്റ്റത്തെ റോഡ് ഒടിഞ്ഞു പോയി. അപ്പോൾ പുതിയത് മേടിച്ചാണ് കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഡബിളിന് പോയി വരുന്ന വഴിക്ക് നമ്മൾ മഗഡ്സിനെയും അതുപോലെ വോംസിനെയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തു. ഇത് നമ്മുടെ ഫീഡാണ് കേട്ടോ, ഫിഷിങ് ഫീഡാണ്. ഇത് ജസ്റ്റ് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ എവിടെയാണോ നമുക്ക് കാസ്റ്റ് ചെയ്യേണ്ടത് അവിടേക്ക് ജസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ മീൻ വരും. അങ്ങനെയാണ് ഇവിടെ പൊതുവെ ചെയ്തതാണ് കേട്ടോ. മഗഡ്സും കോൺസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. മണ്ണിരയും ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത്. അങ്ങനെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് കാസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ശാന്തമാണ് കേട്ടോ. സാധാരണ ഇവിടെ ഭയങ്കര കാറ്റും അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ആവാറ്. പക്ഷേ ഇപ്പം അത്ര വലിയ കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ശാന്തമാണ് വെള്ളമൊക്കെ കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്ലോട്ട് കെട്ടിയിട്ട് ജസ്റ്റ് മണ്ണിരേനിട്ടിട്ടും ഇടുന്നുണ്ട്. അതുപോലെ അല്ലാതെയും നമ്മൾ ജസ്റ്റ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ മറ്റേ ഫിഷ് കിട്ടും, ലൂറ്, അതുപോലെ നമ്മൾ സ്പിന്നറും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലായിടത്തുണ്ട്. അതുപോലെ നമുക്ക് ഫിഷിങ്ങിൻ്റെ ഒരു ഫീഡർ ബോക്സ് കിട്ടും. ഫീഡർ ബോക്സ് വെച്ചിട്ടും നമുക്ക് ഇങ്ങനെ മണ്ണിരയോ മഗഡ്സോ എന്തെങ്കിലും കുത്തിയിട്ട് കഴിഞ്ഞാൽ അങ്ങനെയും കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരെണ്ണം ഫീഡർ ബോക്സ് വെച്ചിട്ടാണ് നമ്മൾ കാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇവിടെ നമ്മൾ അത്യാവശ്യം കുറേ നേരം കാസ്റ്റ് ചെയ്തു. അവസാനം ഞാനും കുറേ നേരം ഇട്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവസാനം എനിക്കൊരു ഒരു ചെറിയൊരു പൈക്ക് മീനെ കിട്ടിയായിരുന്നു കേട്ടോ. പക്ഷേ അത് കിട്ടി ഇങ്ങനെ കരയിലിട്ട വഴിക്ക് അത് ചാടി വെള്ളത്തേക്ക് തന്നെ പോയിട്ടാ കരയിലേക്ക് വീണു. അത് എന്താ പറയുക, ചൂണ്ടേമെന്ന് അത് വിട്ട് ഓൾറെഡി കരയ്ക്ക് വീണിട്ട് അത് ചാടി വെള്ളത്തേക്ക് പോയിട്ടോ. പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് പോയി. അതാണെങ്കിൽ വീഡിയോയിൽ കിട്ടിയില്ല കേട്ടോ. കാരണം നമുക്ക് എപ്പോഴും മീൻ കിട്ടുന്നില്ലല്ലോ. എപ്പോഴും മീൻ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ നമുക്കിങ്ങനെ ഫോണിങ്ങനെ പിടിച്ചുകൊണ്ടേ ഇരിക്കാം. പക്ഷെ ഇതങ്ങനെ മീൻ കിട്ടില്ല. അപ്പോൾ നമ്മളങ്ങനെ പിടിച്ചിങ്ങനെ നിന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതങ്ങനെ നൈസായിട്ടൊരു മീൻ പോയി. പിന്നെ കുറേ നേരം അവിടെ നിന്ന് കാസ്റ്റ് ചെയ്തിട്ട് ഒന്നും കിട്ടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു
വേറൊരു സ്ഥലമുണ്ട് ഇവിടെ, അവിടേക്ക് പോകാമെന്ന് കേട്ടോ. ബാൽനസ്കാര എന്ന് പറഞ്ഞിട്ട് ഒരു ലേക്കും കൂടി ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാം സെറ്റ് ചെയ്ത് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ അവിടെ ഫിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ അത്യാവശ്യം കുറേ ആൾക്കാരുണ്ടാവാറുണ്ട്. ഇന്നാകെ ഒരാളെയൊക്കെ കണ്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് അത്യാവശ്യം ഒരു 15-20 മിനിറ്റ് ദൂരം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലേക്കിലേക്ക് പോണ വഴിയും ഇതുപോലെ ഭയങ്കര ഒരു കുട്ടി വഴിയാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ചുള്ളൂ, പെട്ടെന്ന് എത്തും കേട്ടോ. ഇവിടെ അത്ര ഈ കുഞ്ഞു വഴി കുറേ പോകാനില്ല. സാധാരണ നമുക്ക് എല്ലാ സ്ഥലത്തേക്കും പോകുമ്പോൾ കുറേ ദൂരം ഇതുപോലത്തെ കുട്ടി വഴി കുറേ പോകാനുണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നടക്കണ വഴിയിൽ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഇതുപോലെ ഫുൾ പശുക്കളാണ് കേട്ടോ. അപ്പോൾ ഈ സമ്മറിലാണ് പശുക്കൾ കൂടുതൽ കാണാം കേട്ടോ. അല്ലാത്ത പക്ഷം നമ്മൾ ചെമ്മരിയാടിനൊക്കെ മാത്രമേ കാണുള്ളൂ. ഇപ്പോൾ ചൂടായതുകൊണ്ട് പശുക്കളുണ്ടാവും. വിൻ്ററിൽ പശുക്കൾ ഉണ്ടാവില്ല കേട്ടോ. പശുക്കളെങ്ങനെ പുറത്തൊന്നും കിട്ടില്ല. ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തു അവർ സ്റ്റാച്ചു പോലെ നിൽക്കാൻ പേടിച്ചു. അതുകൊണ്ട് അങ്ങനെ ഇവിടെ ഇങ്ങനെ ഗേറ്റൊക്കെ ഉണ്ട്. ഇങ്ങനെ നമുക്ക് ഉള്ളിലേക്ക് പോകാം. അതിന് മുന്നേ ഇവിടെ വന്നിട്ട് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഗേറ്റൊക്കെ തുറന്ന് ഉള്ളിലേക്ക് പോവാണ്. ഇത് കുറച്ചും കൂടെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. എന്താ പറയുക, കുറച്ചും കൂടെ നല്ല ഒരു വൈബുള്ള ഒരു സ്ഥലമാണ്. ഇതാണ് രണ്ടാമത്തെ ഗേറ്റ്. അങ്ങനെ അതൊക്കെ തുറന്ന് പോവാണ്. ഇവിടെയും ഒരുപാട് ആൾക്കാർ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ആരുമില്ല. ഇതിന് മുന്നത്തെ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാണ് ഫസ്റ്റ് സ്പോട്ട്. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് ഒരുപാട് ഇതുപോലെ ബ്രിഡ്ജ് ഇട്ടിട്ട് ഇങ്ങനെ കുറേ സ്പോട്ട് ഉണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുത്തെ എല്ലാ സാധനങ്ങളും ഇറക്കി വെച്ച് നമുക്ക് പരിപാടി ആരംഭിക്കാം ഗൈസ്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇത് കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ നിറച്ച് നമ്മുടെ താമരയുടെ ഇല പോലത്തെ ഇലയും, പക്ഷെ താമരയല്ല, എന്തോ ഒരു യെല്ലോ കളറിലൊരു പൂവാണ് കേട്ടോ. എല്ലാ സ്ഥലത്തും അത്യാവശ്യം ഇങ്ങനെ കാണാം. ഇവിടെ നിറച്ച് മീൻ കൂടിക്കളിക്കുന്നുണ്ട് കേട്ടോ, കുഞ്ഞു മീനുകൾ. അത് വ്യക്തമായിട്ട് കാണണമെന്നറിയില്ല. അങ്ങനെ നിറച്ച് മീനുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും റീലും റോഡൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് എടുത്തു. അപ്പോൾ എന്നിട്ട് അവിടെ കുറച്ച് നേരം കാസ്റ്റ് ചെയ്തിട്ട് നമ്മളിതിൻ്റെ അപ്പുറത്ത് ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല ചെളിയാണ്. നല്ല ചെളിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയുടെ ചെളിയും ഉണ്ടാവും, അതുപോലെ ഈ വെള്ളത്തിൻ്റെ ചെളിയും ഉണ്ടാവും കേട്ടോ. ഈ വെള്ളം ഇവിടെയൊക്കെ വരും, ഈ ഒരു ലേക്കിലത്തെ വെള്ളം. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി, അപ്പുറത്ത് പോകാൻ ചെളി. അപ്പോൾ ഇപ്പുറത്ത് കുറച്ച് കാടാണെങ്കിലും ചെളിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ അതിൽ കൂടെ പോകാമെന്ന് കേട്ടോ. അങ്ങനെ അതിൽ കൂടെ ചാടി കിടക്കണ ഒരു ഭാഗമാണ് കേട്ടോ ഇത്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഇവിടെ അത്യാവശ്യം വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ആ ഒരു ബ്രിഡ്ജ് കേട്ടോ, ആ ഒരു സാധനം. അങ്ങനെ അതിൻ്റെ മുകളിൽ കയറിയപ്പോൾ ഇവിടെ ഒരാൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും നമുക്കൊരു മീൻ കിട്ടി, പക്ഷേ പോയി. മീൻ കരക്കിടാൻ പോലും കിട്ടിയില്ല, അതിന് മുന്നേ ചാടിപ്പോയി കേട്ടോ. അങ്ങനെ അതിന് ശേഷം നമ്മളവിടെ നിന്ന് കുറേ നേരം ഇട്ടു കേട്ടോ. ഇപ്പോൾ ഇവിടെ ഏകദേശം ഓരോ സ്ഥലത്തും ഓരോ പോലെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഫ്ലോട്ട് ഇട്ടിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നല്ല ഇതാണ്. അപ്പം ഞാൻ ഭയങ്കര ആക്രിക്കോലത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ കണ്ട നല്ല തെളിഞ്ഞ വെള്ളമൊക്കെയാണ് കേട്ടോ, നന്നായിട്ട് കാണാൻ വേണ്ടിയൊക്കെ പറ്റും. ഇവിടെ നമുക്ക് ഒട്ടും മീൻ കിട്ടില്ല കേട്ടോ. ഒട്ടും മീൻ കിട്ടില്ല എന്ന് വെച്ചാൽ നമുക്ക് അത്രയും ക്ഷമയൊക്കെ വേണം. അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു 9:30, 10 മണി, 11 മണി ആ ഒരു സമയത്താണ് ഇവിടെ അത്യാവശ്യം മീൻ കിട്ടുക കേട്ടോ. അപ്പോൾ ഇത് അതിന് മുന്നത്തെ സമയമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം 9:30 ഒന്നും ആയിട്ടില്ല കേട്ടോ. അപ്പം അത്ര ഒരു ആക്ടിവിറ്റി ഒന്നും കണ്ടില്ല. അപ്പോൾ ഇവിടെ നിറച്ച് കണ്ടോ, ഇവിടെയൊക്കെ ആകെ ഇങ്ങനെ താന്ന് പോവും കേട്ടോ. എന്നോട്ട് ഇങ്ങനെ കുഴിഞ്ഞു പോവില്ല, ജസ്റ്റ് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പോവും. കാരണം ഈ ലേക്കിലത്തെ വെള്ളം ഇവിടെയൊക്കെ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്കറിയില്ല, പക്ഷെ അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ ആവില്ലല്ലോ. അപ്പോൾ അടുത്ത സ്ഥലത്തിലേക്ക് നമ്മൾ വന്നു കേട്ടോ. അപ്പോൾ അവിടെ നിറച്ച് ചെളിയാണെന്നാണ് അവിടെ നിന്ന് പറയണത്. അങ്ങനെ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ശരിയാണ്, അവിടെ പോകാൻ ചെളി. അവിടെ നമ്മൾ കാല് കുത്തി ഇങ്ങനെ താന്ന് പോകും, പിന്നെ നോക്കിയൊക്കെ കിടക്കണം. അപ്പോൾ ഇനി ഞാൻ വലിയ റിസ്ക് എടുത്ത് കിടക്കാൻ നിന്നില്ല കേട്ടോ.
അങ്ങനെ കണ്ടോ വൻ ചെളിയായിരുന്നു അവിടെ. അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് നേരം അവിടെ പോസ്റ്റായെങ്കിലും ഞാൻ അവിടെ ഇവിടെയൊക്കെ നോക്കി ഇങ്ങനെ നിന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് പൂക്കളുണ്ട്. ഈ ഒരു സമയമായതുകൊണ്ട് ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ കുറേ പൂക്കളുണ്ട് ഇവിടെ. എന്താ പറയുക, റോഡ് സൈഡിലും ഇങ്ങനെ കാട്ടിലുള്ള പൂക്കളും കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ്. അതുപോലെ ഒരുപാട് ആൾക്കാരും നല്ല കുറേ ഫ്ലവേഴ്സൊക്കെ വെച്ച് അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ഇവിടെയും നിന്നിട്ടും കുറേ നേരമൊക്കെ ഇട്ടു കേട്ടോ. എന്നിട്ടൊരു രക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ കുറേ നേരം ഞാൻ അവിടെ നിന്ന് കുറേ പൂക്കളും കാടൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു കൂടെ. പിന്നെ പാമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പം ഇതിൻ്റെ അപ്പുറത്തും വഴിയുണ്ട്, പക്ഷേ അങ്ങോട്ടും നമുക്ക് ഇനിയും അങ്ങോട്ട് പോവാം കേട്ടോ. പക്ഷേ നമ്മൾ പോയില്ല, കാരണം അവിടെയൊക്കെ ഒരുപാട് ഭയങ്കര ചെളിയാണ്. അപ്പം നമ്മൾ പോയില്ല. കണ്ട് ഈ പൂവൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ, നല്ല രസമുണ്ടായിരുന്നു നേരിട്ട് കാണാൻ കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മൾ നമ്മുടെ ഫസ്റ്റത്തെ സ്പോട്ടിൽ വന്നു. ഞാനവിടെ ഇരിപ്പായിട്ടോ. അപ്പോൾ അവിടെ അവർ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു കിളിയാൾ നമ്മുടെ മകിഴ്ച്ചിനെ തിന്നാൻ വേണ്ടി വന്നാണെന്ന് തോന്നുന്നു കേട്ടോ. അതിങ്ങനെ ചുറ്റി ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മളുടെ ഫ്രണ്ടിലുള്ള വ്യൂ കേട്ടോ. ഇത് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു. മീനിടുന്ന ആ ഒരു ചൂണ്ടിടുന്ന ആ ഒരു തിരക്കിൽ ഇതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അത്യാവശ്യം കുറേ നേരം നമ്മൾ നിന്ന് ഇട്ടു. പിന്നെ ഒന്നും കിട്ടാണ്ടായപ്പോൾ എന്നാൽ പിന്നെ പോവാന്ന് പറഞ്ഞ് നിർത്തി പോകുന്നു കേട്ടോ. കാരണം ഫ്ലോട്ട് ചില സമയത്ത് അനങ്ങുന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ ഫ്ലോട്ട് കൊണ്ടുപോകുന്നൊന്നുമില്ല കേട്ടോ മീൻ. അപ്പോൾ വലിയ കുഞ്ഞു മീനൊക്കെ വന്ന് ഇങ്ങനെ കൊത്തണതായിരിക്കും, അല്ലാതെ വലിയ മീനാണെങ്കിൽ അത് എടുത്തുകൊണ്ട് പോകുമല്ലോ. അപ്പം അങ്ങനെ കുറേ നേരമൊക്കെ നിന്നു. പിന്നെ ഒന്നും കിട്ടാണ്ടൊക്കെ ആയപ്പോൾ നമ്മൾ പോവാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ ഒരു റോക്കറ്റൊക്കെ പോകണ്ടായിരുന്നു, കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ വീഡിയോ എടുത്തു. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളിനി വീട്ടിലേക്ക് പോവാണ്. പക്ഷേ നമ്മൾ ഇതിൻ്റെ അടുത്ത ദിവസം ഫിഷിങ്ങിന് പോയ വീഡിയോ കൂടി ഞാനിതിൽ ആഡാക്കിയിട്ടുണ്ട്. കാരണം മീൻ കിട്ടാതെ നമുക്കൊന്നും കിട്ടിയില്ല. മീൻ കിട്ടാതെ വരുന്നത് ഒരു ഇതാലോ. അങ്ങനെ നോക്കിയപ്പോൾ നല്ല വെയിലടിക്കുന്നുണ്ട് കേട്ടോ. നല്ല സൂര്യൻ നല്ല ഇങ്ങനെ അടിക്കുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ക്യാമറ എടുത്ത് നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ പോയി, അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ആഡാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഈ സ്ഥലം നമ്മുടെ ഫിൻലോഫ് ലേക്കാണ് കേട്ടോ. ഇത് നമ്മുടെ ബാൽനസ്കാരോന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇതിവിടെ നമുക്കിങ്ങനെ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ഓരോ സ്ഥലമുണ്ട് നമുക്ക് നിന്നിങ്ങനെ ഫിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഓരോ സ്ഥലം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവർ. അങ്ങനെ ഇവിടെ കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇവർ നേരത്തെ വന്ന്, ഞാൻ വന്നിട്ടില്ല ഇവിടെ, ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് സ്വാൻസും അതുപോലെ ഡക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരിതിന് മുന്നേ ഇവിടെ നിരീക്ഷിക്കാൻ വേണ്ടി, ഇവിടെ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവരിതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് നമ്മുടെ ഫിഷിംഗ് ഫീഡാണ്. അത് ജസ്റ്റ് ഇതുപോലെ വെള്ളത്തിലിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. എന്നിട്ട് നമ്മൾ എവിടെയാണോ ഫിഷ് ചെയ്യണം അവിടെ ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഇട്ടിട്ട് കൊടുത്തിട്ട് പിന്നെ അവിടെ നമ്മൾ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീനെ കിട്ടും. അങ്ങനെയാണ് ഇവിടെ ഉള്ളവരൊക്കെ ചെയ്യുക. അപ്പോൾ ഇത് ഭയങ്കര വിലയാണ്. പക്ഷെ നമ്മളിപ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതലൊക്കെ പഠിച്ച് ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് ഇങ്ങനെ ചെയ്തൊക്കെ തുടങ്ങിയത് കേട്ടോ. അങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓരോ സ്ഥലത്തും നമ്മൾ എവിടെയൊക്കെയാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ അവിടേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാനിട്ട് നമ്മൾ ഫ്ലോട്ട് ഇട്ടിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെയാണെങ്കിൽ ഇട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് കൊത്തുണ്ടായിരുന്നു, നല്ല ആക്ടിവിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അതുപോലെ ഒരുപാട് മീൻ ഇതുപോലെ ഇങ്ങനെ മുകളിലൊക്കെ വന്ന് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി പോയില്ലേ, അതുപോലെയൊക്കെ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ആക്ടിവിറ്റി കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് അത്യാവശ്യം കുറേ മീനെ കിട്ടും ചെയ്തു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മീനടിച്ചൊരാൾ വന്നിട്ടുണ്ട്. ഇത് പറച്ചാണ് കേട്ടോ, ഇവിടുത്തെ കോമൺ എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു മീനാണ് കേട്ടോ പറച്ച്. അപ്പോൾ ഇത് ഭയങ്കര ചെറുതാണ്, നമ്മളൊന്നിനും എടുക്കുന്നൊന്നുമില്ല കേട്ടോ, എല്ലാം തിരിച്ചു വിടാണ്. അങ്ങനെ നമ്മൾ അതിനെ തിരിച്ചു വിട്ടു. എന്നിട്ട് വീണ്ടും കാസ്റ്റിൽ തുടങ്ങിയപ്പോൾ എനിക്കൊരു മീൻ കിട്ടി ഗായ്സ്. അതും പറച്ച് തന്നെയാണ് കേട്ടോ, അത്യാവശ്യം ചെറുത് തന്നെയാണ്. അങ്ങനെ നമ്മൾ അതിനെ കിട്ടി. നല്ല വൈബായിരുന്നു, കാരണം നമുക്ക് ഇങ്ങനെ മീൻ കിട്ടലില്ല കേട്ടോ. കുറേ നേരം നിന്നാലാണ് ഇങ്ങനെ മീൻ കിട്ടുക. അപ്പോൾ ഇത് ഇങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിനെ നമ്മൾ തിരിച്ചു വിട്ടു കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത ആളിത് വേറെ മീനും കൊണ്ട് വരുന്നുണ്ടായിട്ടോ. അങ്ങനെ അതും പറച്ച് തന്നെയാണ്, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. അതിനെ കാണാൻ എന്തോ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതിനെയും തിരിച്ച് വെള്ളത്തിലിട്ടു.
അങ്ങനെ പിന്നെ നോക്കുമ്പോൾ അതേ കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും ഒരു മീനെ കൊണ്ട് പൊക്കി പിടിച്ച് വരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഒരു റോച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിഷാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ മീനുകളുണ്ട്, ട്രോട്ട്, അതുപോലെ പൈക്ക്, പെർച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിനൊക്കെയാണ് കിട്ടിയത്. പിന്നെ ഒരു 5 മീനെ നമുക്ക് ഓൾറെഡി കിട്ടി, പിന്നെ കയ്യിൽ കിട്ടി, 2 കയ്യിൽ നിന്ന് പോയി കേട്ടോ. അപ്പം അങ്ങനെ അത്യാവശ്യം മീനെ കിട്ടിയായിരുന്നു. കുറച്ചും കൂടെ വെയിലൊക്കെ പോയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആകാശവും എല്ലാം കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം നോക്കുമ്പോൾ ഇവിടെ 2 അരയിനങ്ങൾ കൂടി മത്സരം ഉണ്ടായിരുന്നു. ഇവർ അങ്ങോട്ട് ഈ തറ്റത്ത് നിന്ന് അങ്ങോട്ട് അവർ നീന്തിപ്പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പറന്ന് ഈ തറ്റത്തേക്ക് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു ഓക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം വീണ്ടും എനിക്ക് മീൻ കിട്ടി ഗൈസ്. ഇതും പെർച്ചാണ്, കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ് കേട്ടോ ഇതിനെ. അങ്ങനെ അതിനെ കിട്ടി. അപ്പോൾ നമ്മളിവിടെ മഗട്സിനെയാണ് കേട്ടോ ഇട്ട് കൊടുക്കണേ. നമുക്ക് മണ്ണിരേനെ കിട്ടിയില്ല, മഗട്സ് ആയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇട്ടിരുന്നത്. കോണിട്ട് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒന്നും കിട്ടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ കണ്ടോ വീണ്ടും അവർ അതേ സെയിം സാധനം ചെയ്യുന്നുണ്ടായി. ഇവിടെ നിന്ന് അങ്ങോട്ട് നീന്തി പോകുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് പറന്ന് വരുന്നു, വീണ്ടും ഇവിടെ നിന്ന് അങ്ങോട്ട് നീന്തി പോകുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് പറന്ന് വരുന്നു. അങ്ങനെ ആദ്യം പോയപ്പോൾ നമുക്കൊന്നും തോന്നിയില്ല, പിന്നെ എനിക്ക് തോന്നി ഇവരെന്താ മത്സരിക്കുകയാണെന്ന് കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കി നിന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഞാൻ കുറേ നേരമൊക്കെ ഫിഷ് ചെയ്തു. അങ്ങനെ ഇതൊക്കെയാണ് നമുക്കിന്ന് കിട്ടിയത് കേട്ടോ. ഒക്കെ ഇതിനെ തിരിച്ചു വിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ് ഗൈസ്. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.